വാളെടുത്തവൻ വാളാൽ എന്ന ബൈബിൾ വാക്യത്തെ അന്വർത്ഥമാക്കിക്കൊണ്ട് പാകിസ്ഥാനിൽ ചാവേർ ആക്രമണങ്ങൾ തുടരുകയാണ്. ഇന്ന് രാവിലെ പാകിസ്ഥാനിലെ പെഷവാറിലുള്ള അർദ്ധസൈനിക കേന്ദ്രമാണ് ആക്രമിക്കപ്പെട്ടത്. അതിൻ്റെ വിശദാംശങ്ങൾ പങ്കുവയ്ക്കുന്നതിന് മുമ്പ് ചില കാര്യങ്ങൾ പറയേണ്ടിയിരിക്കുന്നു. പാകിസ്ഥാൻ ഭീകരത വിതച്ച് ഭീകരത കൊയ്തുകൊണ്ടിരിക്കുകയാണ്. മറ്റു രാഷ്ട്രങ്ങളെ സമ്മർദ്ദത്തിലാക്കാനും അവരെ ആ രാഷ്ട്രങ്ങൾക്കുള്ളിൽ അന്തഛിദ്രം വളർത്താനും ഒക്കെ ശ്രമിച്ച് അവർ പാലൂട്ടി വളർത്തിയ വിഷപ്പാമ്പുകൾ തന്നെ ഇന്ന് അവർക്കെതിരെ തിരിഞ്ഞിരിക്കുന്നു. അവരുടെ സ്വൈരജീവിതവും സമാധാനവും നശിപ്പിക്കപ്പെട്ടിരിക്കുന്നു. വിതച്ചത് കൊയ്യും, അത് പ്രകൃതിയിലെ ഒരു നിയമമാണ്. എന്തായാലും ഇവിടെ ഇപ്പോൾ നമുക്കറിയാം, ഖൈബർ പഖ്തൂൺഖ്വ പ്രവിശ്യയുടെ ഒരു സ്റ്റേറ്റാണത് പാകിസ്ഥാനിലെ. നമ്മളിപ്പോൾ നമ്മുടെ സംസ്ഥാനം എന്നൊക്കെ പറയുന്നത് പോലെ ഒരു പ്രവിശ്യയാണ്. ആ ഖൈബർ പഖ്തൂൺഖ്വ പ്രവിശ്യയുടെ തലസ്ഥാനമായ പെഷവാറിലാണ് ഈ ആക്രമണം ഉണ്ടായിരിക്കുന്നത്. പെഷവാറിൽ ഒരു അർദ്ധ സൈനിക കേന്ദ്രത്തിൻ്റെ ആസ്ഥാനമുണ്ട്. അത് അറിയപ്പെടുന്നത് തന്നെ ഫ്രണ്ടിയർ കോൺസ്റ്റാബുലറി എന്നാണ്. FC എന്ന ചുരുക്കപ്പേരിൽ അറിയപ്പെടുന്ന ഭീകരാക്രമണങ്ങളെ നേരിടാൻ വേണ്ടുന്ന തരത്തിൽ അർദ്ധസൈനിക വിഭാഗത്തെ പരിശീലിപ്പിക്കുന്ന കേന്ദ്രമാണ്. സത്യത്തിൽ പാരാമിലിറ്ററി ഫോഴ്സുകളുടെ പരിശീലനം നൽകുന്ന ഒരു കേന്ദ്രമാണ് എന്ന് തന്നെ പറയാം. അങ്ങനെയുള്ള ഒരു കേന്ദ്രത്തിലാണ് ഇന്ന് രാവിലെ അവിടെ പരേഡ് പരിശീലിക്കുന്ന ഒരു കൂട്ടം സൈനികർക്ക് നേരെ ആക്രമണം നടത്താൻ ലക്ഷ്യമിട്ട് ചാവേറുകൾ എത്തിയത്. അത് 2 ചാവേറുകൾ ദേഹത്ത് സ്ഫോടക വസ്തുക്കൾ കെട്ടിവെച്ച് 2 ഗേറ്റുകളിലൂടെ അവിടെ പ്രവേശിച്ചു എന്ന് പറയുന്നു. ഇത് സംബന്ധിച്ച് വാഷിംഗ്ടൺ പോസ്റ്റും റോയിട്ടേഴ്സും ഒക്കെയാണ് വാർത്ത പുറത്തുവിട്ടിരിക്കുന്നത്. ഏർലി മോർണിംഗ് എന്ന് പറയുമ്പോൾ അതിൻ്റെ അർത്ഥം അതിരാവിലെ പുലർച്ചെ എന്ന് തന്നെയാണ്. അപ്പോൾ രാവിലത്തെ റോൾ കോൾ കഴിഞ്ഞ് സൈനികരെ അസംബ്ലി ചെയ്യിച്ച് റോൾ കോൾ കഴിഞ്ഞ് പരേഡിലേക്ക് പ്രവേശിക്കാൻ തുടങ്ങുമ്പോഴാണ് ഈ ആക്രമണം നടന്നത്. സ്ഫോടക വസ്തുക്കൾ ദേഹത്ത് വെച്ച് കെട്ടി ചാവേറുകൾ വന്ന് പൊട്ടിത്തെറിക്കുകയായിരുന്നു എന്നാണ് വാഷിംഗ്ടൺ പോസ്റ്റ് റിപ്പോർട്ട് ചെയ്യുന്നത്. അത് 2 പേരാണോ 3 പേരാണോ എന്ന് വ്യക്തമല്ല. ഏജൻസികൾ 2 പേരെന്ന് പറയുന്നവരുമുണ്ട്, 3 പേർ എന്ന് പറയുന്നവരുമുണ്ട്. എന്തായാലും അവിടെ ഉണ്ടായിരുന്ന സുരക്ഷാ സേന ഉടൻ തന്നെ ശക്തമായി തിരിച്ചടിക്കുകയും ഇവർ 2 പേരും, ഈ പൊട്ടിത്തെറിച്ച 2 പേരും സ്ഫോടക വസ്തുക്കളുടെ ആ പൊട്ടിത്തെറി മൂലം അവർ കൊല്ലപ്പെടുകയും ചെയ്തു. പക്ഷേ ഇവരോടൊപ്പം മറ്റു ചിലരും അവിടെ കടന്നുകൂടി. യന്ത്രത്തോക്കുകളുമായിട്ട് ഒരു വാഹനത്തിൽ നിരവധി ഭീകരർ അവിടെ കടന്നു കയറി എന്നാണ് പറയുന്നത്. അതിൽ എത്രത്തോളം വാസ്തവമുണ്ട് എന്ന് നമുക്കറിയില്ല. എന്തായാലും ഈ പൊട്ടിത്തെറിയുടെ ഭാഗമായിട്ട് 5ഓളം അർദ്ധസൈനികർ അല്ലെങ്കിൽ സുരക്ഷാ ഉദ്യോഗസ്ഥന്മാർ കൊല്ലപ്പെട്ടു എന്നാണ് പ്രാഥമികമായി ലഭിക്കുന്ന വിവരം. ഇവരെ കൂടാതെ, ഈ 2 പേർ പൊട്ടിത്തെറിച്ചവരെ കൂടാതെ 3 അർദ്ധസൈനിക ഉദ്യോഗസ്ഥരും കൊല്ലപ്പെട്ടു, അല്ലെങ്കിൽ 5 പേർ കൊല്ലപ്പെട്ടു എന്നും പറയുന്നു. എന്തായാലും മരണസംഖ്യ ഉയരും എന്ന് തന്നെയാണ് ഇതിൽ നിന്ന് മനസ്സിലാകുന്നത്. എന്തായാലും അവിടെ പെഷവാർ നഗരത്തിലെ പോലീസ് ചീഫ് സയ്യിദ് അഹമ്മദ് നൽകുന്ന വിവരമനുസരിച്ച് കൃത്യമായ ഒരു ഭീകരാക്രമണമാണ് പാകിസ്ഥാന് നേരെ നടന്നിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ അവിടെ മരണസംഖ്യ ഇനിയും ഉയരാൻ സാധ്യതയുണ്ട് എന്ന് അദ്ദേഹം പറയുന്നു. എന്ന് മാത്രമല്ല, ആ വലിയ കെട്ടിടം ഒരു വലിയ ആസ്ഥാനമാണ്, അർദ്ധസൈനിക ആസ്ഥാനമാണ്. നമ്മുടെ നാട്ടിലെ CRPF പോലെയാണ് ഇത്. നമ്മൾ സെൻട്രൽ റിസർവ് പോലീസ് ഫോഴ്സ് എന്ന് പറയുന്ന CRPFന് തുല്യമായ തരത്തിലുള്ള ഒരു അർദ്ധസൈനിക വിഭാഗമാണ് ഫ്രണ്ടിയർ കോൺസ്റ്റാബുലറി എന്ന് പറയുന്നത്, FC എന്ന ചുരുക്കപ്പേരിൽ അറിയപ്പെടുന്നത്. അതിൻ്റെ ആസ്ഥാനത്താണ് ഈ സംഭവം ഉണ്ടായിരിക്കുന്നത്. അവിടെ നിരന്തരം വെടിയുച്ചകൾ മുഴങ്ങുന്നുണ്ട് എന്ന് റിപ്പോർട്ട് വരുന്നു. അതിൻ്റെ അർത്ഥം ഭീകരന്മാർ യന്ത്രത്തോക്കുകളുമായിട്ട് അകത്ത് കടന്നു കയറി എന്ന് തന്നെയാണ്. അങ്ങനെയെങ്കിൽ ഈ ഏറ്റുമുട്ടൽ അവസാനിച്ചാൽ മാത്രമേ നമുക്ക് കൃത്യമായിട്ട് പറയാൻ കഴിയുള്ളൂ അവിടെ എത്ര പേർ കൊല്ലപ്പെട്ടിട്ടുണ്ട് എന്ന കാര്യം. ഒരു കാര്യം വ്യക്തമാണ്, കൃത്യമായ ഒരു ഭീകരാക്രമണമാണ് നടന്നത് എന്ന് പാകിസ്ഥാനും അംഗീകരിക്കുന്നു. അവർ കുറ്റപ്പെടുത്തുന്നത് അഫ്ഗാനിസ്ഥാനെയാണ്. തെഹ്രീക്ക്-ഇ-താലിബാൻ പാകിസ്ഥാൻ എന്ന അഫ്ഗാൻ പോറ്റി വളർത്തുന്ന ഭീകര സംഘടനയാണ് ഇതിൻ്റെ പിന്നിൽ എന്ന് പാകിസ്ഥാൻ ആരോപിക്കുന്നു. ഈ തെഹ്രീക്ക്-ഇ-താലിബാനെയും മറ്റുമൊക്കെ ജന്മം കൊടുത്തത്, സൃഷ്ടിച്ചത് പാകിസ്ഥാനാണെന്ന് എല്ലാവർക്കും അറിയാം. ഈ അഫ്ഗാനിസ്ഥാനിൽ താലിബാനെ വളർത്താൻ വെള്ളവും വളവും കൊടുത്തത് പാകിസ്ഥാനാണെന്ന് നമുക്കറിയാം. ലോകരാഷ്ട്രങ്ങൾക്ക് മുന്നിൽ പാകിസ്ഥാൻ്റെ ഇത്തരത്തിലുള്ള സംഭാവന, അതിനെക്കുറിച്ച് വ്യക്തമായ തെളിവുകൾ പലതും ലഭിച്ചിട്ടുണ്ട്. എന്നാലും
പാകിസ്ഥാൻ ഇതിൽ നിന്നൊന്നും പിന്മാറുന്ന പ്രശ്നമേയില്ല. ഇപ്പോൾ അവർ ജന്മം കൊടുത്ത്, അവർ സൃഷ്ടിച്ച്, അവർ പോറ്റി വളർത്തിയ ഭീകര സംഘടനയും അതിലെ അംഗങ്ങളും ഭീകരന്മാരും ഇന്ന് അവർക്ക് തന്നെ കടുത്ത വെല്ലുവിളിയായി മാറിയിരിക്കുന്നു. അവരെ തന്നെ തിരിഞ്ഞുകൊത്തുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. എന്തായാലും പെഷവാറിലെ അർദ്ധസൈനിക കേന്ദ്രത്തിലുണ്ടായ ആക്രമണം അത് നിസ്സാരമായിട്ട് തള്ളിക്കളയാൻ സാധിക്കില്ല. അഫ്ഗാൻ തങ്ങളുടെ പങ്ക് നിഷേധിക്കുന്നുണ്ട്. അവർക്ക് ഇതിൽ പങ്കില്ല എന്നാണ് അവർ താലിബാൻ ഭരണകൂടം ഔദ്യോഗികമായി പ്രതികരിച്ചിരിക്കുന്നത്. പക്ഷേ പാകിസ്ഥാൻ അതൊന്നും അംഗീകരിക്കുന്നില്ല. തെഹ്രീക്ക് താലിബാന് എല്ലാ സഹായവും ചെയ്യുന്നത് അഫ്ഗാനിസ്ഥാനിലെ ഇപ്പോഴത്തെ താലിബാൻ സർക്കാരാണ് എന്ന് പാകിസ്ഥാൻ ആരോപിക്കുന്നു. എന്തായാലും ഇന്ന് പുലർച്ചെ ഉണ്ടായ ഈ ആക്രമണത്തിൽ 5ഓളം അർദ്ധ സൈനികർ കൊല്ലപ്പെട്ടതായിട്ടാണ് ഏറ്റവും ഒടുവിൽ ലഭിക്കുന്ന വിവരം. അവിടേക്ക് കടന്നു കയറിയിട്ടുണ്ടെങ്കിൽ, ഭീകരർ കടന്നു കയറിയിട്ടുണ്ടെങ്കിൽ മരണസംഖ്യ ഇനിയും ഉയരുമെന്ന് ഉറപ്പാണ്. അവരെ കീഴടക്കാനുള്ള പരിശ്രമം നടന്നു വരുന്നു എന്നാണ് ലഭിക്കുന്ന വിവരങ്ങൾ നൽകുന്ന സൂചന. എന്തായാലും വലിയൊരു ട്രാജഡിയാണ് ഈ സംഭവിച്ചിരിക്കുന്നത്. അഫ്ഗാനെ സംബന്ധിച്ചിടത്തോളം ഖൈബർ പഖ്തൂൺഖ്വ പ്രവിശ്യയിൽ പാകിസ്ഥാൻ വിരുദ്ധ പ്രക്ഷോഭം വളരെ ശക്തമായി നടക്കുന്നുണ്ട്. അതിന് അഫ്ഗാൻ ഒളിഞ്ഞും തെളിഞ്ഞും പ്രത്യക്ഷമായും പരോക്ഷമായും പിന്തുണ നൽകുന്നതായി എല്ലാവർക്കും അറിയാം. ഖൈബർ പഖ്തൂൺഖ്വ പ്രവിശ്യയിൽ കൂടെ ഒഴുകി പാകിസ്ഥാനിലെത്തുന്ന കുനൂർ നദി ഉത്ഭവിക്കുന്നത് അഫ്ഗാനിൽ നിന്നാണ്. കുനൂർ നദിയിൽ ഒരു വലിയ ഡാം പണിയാൻ വേണ്ടി അഫ്ഗാൻ പദ്ധതി തയ്യാറാക്കി കഴിഞ്ഞു. ആ ഡാം നിർമ്മിക്കുന്നതോടുകൂടി ഖൈബർ പഖ്തൂൺ പ്രവിശ്യ അടക്കം വലിയ രീതിയിൽ ജലക്ഷാമത്തിന് വിധേയമാകും എന്നെല്ലാവർക്കും അറിയാം. എന്നാലും അഫ്ഗാൻ തങ്ങളുടെ തീരുമാനവുമായി മുന്നോട്ട് പോവുകയാണ്. പാകിസ്ഥാനോട് യാതൊരു വിധത്തിലുള്ള സന്ധിയുമില്ല, ഒത്തുതീർപ്പുമില്ല എന്ന് അഫ്ഗാനിലെ താലിബാൻ ഭരണകൂടം പല ആവർത്തി പറഞ്ഞു കഴിഞ്ഞു. അതുകൊണ്ട് തന്നെ പാക് ചാരസംഘടനയായ ISI അഫ്ഗാനിസ്ഥാനിലെ പ്രതിപക്ഷ കക്ഷികളെ കൂട്ടുപിടിച്ച് താലിബാനെതിരെ അവിടെ വിപ്ലവമുണ്ടാക്കാൻ ശ്രമിക്കുന്നതായിട്ടും കഴിഞ്ഞ ദിവസം അഫ്ഗാൻ സർക്കാർ തന്നെ ആരോപിച്ചിരുന്നു, താലിബാൻ സൈന്യം ആരോപിച്ചിരുന്നു. ഈ ഘട്ടത്തിൽ പാകിസ്ഥാന് നേരെ ഇത്തരത്തിലുള്ള ആക്രമണങ്ങൾ നടക്കാൻ സാധ്യതയുണ്ട് എന്ന ഇന്റലിജൻസ് റിപ്പോർട്ട് നേരത്തെ പുറത്തു വന്നിരുന്നു. എന്നിട്ടും ഇത്തരത്തിലൊരു ആക്രമണം തടയാൻ അവർക്ക് കഴിഞ്ഞില്ല. മുൻകൂട്ടി അറിവ് ലഭിച്ചിട്ടും ഇതൊക്കെ സംഭവിക്കാൻ സാധ്യതയുണ്ട്, ഇതുപോലെയുള്ള ഖൈബർ പഖ്തൂൺഖ്വ പ്രവിശ്യയിലെ പല സ്ഥാപനങ്ങളും ആക്രമിക്കപ്പെടും എന്നറിഞ്ഞിട്ടും അത് തടയാൻ പാകിസ്ഥാന് കഴിഞ്ഞില്ല എന്നുള്ളത് മറ്റൊരു സത്യമാണ്. അതുകൊണ്ട് ഇതിൽ നിന്ന് മനസ്സിലാകുന്നത് പാകിസ്ഥാൻ്റെ എല്ലാവിധത്തിലുള്ള സുരക്ഷാ ക്രമീകരണങ്ങളും പാളിയിരിക്കുന്നു. അവർ തന്നെ പാലൂട്ടി വളർത്തിയ, അവർ സൃഷ്ടിച്ച്, അവർ പോറ്റി വളർത്തിയ ഭീകര സംഘടനകളെ നിയന്ത്രിക്കാനോ ഇല്ലാതാക്കാനോ ഇന്നവർക്ക് സാധിക്കുന്നില്ല. അതുകൊണ്ടാണ് ഞാൻ തുടക്കത്തിൽ പറഞ്ഞത് വാളെടുത്തവൻ വാളാൽ എന്ന്. അതിനനുസരിച്ച് ഇന്നിപ്പോൾ അവർ തിരിഞ്ഞുകൊത്തി പാകിസ്ഥാനെ ക്രൂരമായി ആക്രമിച്ചു കൊണ്ടിരിക്കുകയാണ്. എന്തായാലും ഈ അർദ്ധസൈനിക വിഭാഗത്തിലെ 5ഓളം മുതിർന്ന ഉദ്യോഗസ്ഥർ, കൊല്ലപ്പെട്ടവരാരും നിസ്സാരക്കാരല്ല എന്നാണ് പറയുന്നത്, മുതിർന്ന ഉദ്യോഗസ്ഥരാണ് മരിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ വളരെ കൃത്യമായ ആസൂത്രണത്തോടെയാണ് ഇത് നടപ്പാക്കിയിരിക്കുന്നതെന്ന് നമുക്ക് മനസ്സിലാക്കാം. താലിബാൻ ഒരു ചെറിയ മീനല്ല എന്നെല്ലാവർക്കും അറിയാം. വളരെ ആസൂത്രിതമായി പല ആക്രമണങ്ങളിൽ ലോകത്തിൻ്റെ പല ഭാഗത്തും നടത്തിയവരാണവർ. അതുകൊണ്ട് തന്നെ പാകിസ്ഥാനെ കൃത്യമായിട്ട് പെഷവാറിലെ ഈ അർദ്ധസൈനിക കേന്ദ്രം ആക്രമിക്കാനുള്ള ബ്ലൂ പ്രിന്റ് തയ്യാറാക്കി വന്ന് അത് നടപ്പാക്കാനുള്ള കരുത്ത് അവർക്കുണ്ട് എന്ന് വ്യക്തമാണ്. എന്തായാലും കൂടുതൽ വിവരങ്ങൾക്കായിട്ട് നമുക്ക് കാത്തിരിക്കാം.